നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞതോടെ മുന്നണികൾ കൂട്ടലിലും കിഴിക്കലിലുമാണ്. 100ഓളം സീറ്റുകൾ UDFന് ലഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിക്കുമ്പോൾ ഭരണ നേട്ടം ഉയർത്തിക്കാട്ടി തുടർ ഭരണമുണ്ടാകുമെന്നാണ് LDF പ്രതീക്ഷ. ഇക്കുറി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയും വലിയ കണക്കുകൂട്ടലിലാണ്. നേമം സീറ്റ് ഉൾപ്പെടെ 11ഓളം സീറ്റുകളാണ് BJP പ്രതീക്ഷിക്കുന്നത്. 3 സീറ്റ് മുതൽ 11 സീറ്റുകൾ വരെ നേടുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് BJP സംസ്ഥാന നേതൃത്വം പ്രതീക്ഷയർപ്പിക്കുന്നത്. മോദിയുടെ വിശ്വസ്തനായ നേതാവിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു. മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബീനും കേരളത്തിലെത്തി തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തിയിരുന്നു. ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. BJPയുടെ കേരള ചിത്രത്തിലില്ലാത്ത ഡൽഹി നേതാവിനെയാണ് രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പ്രധാനമന്ത്രി നിയോഗിച്ചത്. ഈ നേതാവ് കേരളത്തിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും പല നേതാക്കളുമായും രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് BJP 3 മുതൽ 11 വരെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. തൃശൂർ സീറ്റിൽ പത്മജ വേണുഗോപാൽ വിജയിക്കുമെന്നുള്ള കണക്കുകളാണ് നേതൃത്വത്തിന്റെ കയ്യിലുള്ളത്. മഞ്ചേശ്വരം സീറ്റ് ഇക്കുറി സുരേന്ദ്രൻ നേടുമെന്നും ചാത്തന്നൂർ അടക്കമുള്ള ചില നിയമസഭാ മണ്ഡലങ്ങളിൽ BJP അട്ടിമറി വിജയം നടത്തുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനപ്പുറം മോദി നിയോഗിച്ച വിശ്വസ്തനായ ഈ നേതാവ് നടത്തിയ നീക്കങ്ങളിലാണ് BJP വിജയം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തും മോദിയും ഷായും ഈ ദൗത്യം ഏൽപ്പിച്ചതും ഈ നേതാവിനെയായിരുന്നു. അന്ന് BJP ഉറപ്പിച്ച 2 സീറ്റുകൾ തൃശ്ശൂരും തിരുവനന്തപുരവുമായിരുന്നു. തലനാരിഴയ്ക്കാണ് തിരുവനന്തപുരം സീറ്റിൽ BJPക്ക് വിജയം നഷ്ടമായത്. മുൻപ് 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ലീഡുണ്ടായിരുന്ന ശശി തരൂരിന് കഴിഞ്ഞ തവണ വെറും 15,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. എന്ത് വില കൊടുത്തും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിനാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി BJP ദേശീയ നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ JP നഡ്ഡ BJP ദേശീയ പ്രസിഡന്റ് ആയ സമയത്തും കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കിണഞ്ഞു ശ്രമിച്ചിരുന്നു. നേമത്ത് BJP അക്കൗണ്ട് തുറന്നെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടമായി. പകരം തൃശൂർ ലോക്സഭാ സീറ്റിൽ തിളക്കമുള്ള വിജയം നേടാൻ കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനും കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ അധികാരം BJPയുടെ പുതിയ പ്രസിഡന്റ് നിതിൻ നബീന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ എന്താണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് BJP ദേശീയ നേതൃത്വം ഉറ്റുനോക്കുന്നത്.